നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 5 അവാർഡുകളാണ് ഇന്നലെ വൈഭവ് സൂര്യവംശിക്ക് ലഭിച്ചത്. RCB കിരീടം ചൂടിയ രാത്രിയിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ കുട്ടിത്താരം 5 അവാർഡുകൾ കൊണ്ടുപോയി. ആ അവാർഡുകളിലൂടെ മാത്രം എത്ര തുക അവന് ലഭിച്ചു, നമ്മളതൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം. 5 അവാർഡുകൾ. ഒന്ന് ഓറഞ്ച് ക്യാപ്പ്, 776 റൺസ്. 15-ാം വയസ്സിലാണ് IPL അവൻ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത്. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ടൂർണമെൻറ്റിലെ MVP അവനാണ്. ആ അവാർഡ് അവന് കിട്ടി. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം, വളർന്നു വരുന്ന യുവതാരം എന്ന രൂപത്തിലുള്ള പുരസ്കാരം അവൻ നേടുന്നു. സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ, അവൻ്റെ സ്ട്രൈക്ക് റേറ്റ് 237.3 ആണ്. 776 റൺസ് അടിച്ചതേ 237.3 സ്ട്രൈക്ക് റേറ്റിലാണ്. സൂപ്പർ സിക്സസ് ഓഫ് ദി സീസൺ, 72 സിക്സറുകൾ ഈ സീസണിൽ സ്വന്തമാക്കി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം നടത്തി. 5 തവണ അവൻ ഇന്നലെ പോഡിയത്തിലേക്ക് പോയി. ആ 5 തവണ പോഡിയത്തിലേക്ക് പോയി അവൻ ഈ ഒറ്റ രാത്രി കൊണ്ട് എത്ര പ്രൈസ് മണി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. 55 ലക്ഷം പ്രൈസ് മണി പ്ലസ് ടാറ്റ സിയറയും 55 ലക്ഷം പ്രൈസ് മണിയുമാണ് ഇന്നലെ മാത്രം അവന് ലഭിച്ചത്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കിയാൽ 776 റൺസാണല്ലോ 237.3 സ്ട്രൈക്ക് റേറ്റിൽ അവൻ അടിച്ചു കൂട്ടിയത്. അതിന് അവന് ലഭിച്ചത്, ഓറഞ്ച് ക്യാപ്പിന് ലഭിച്ചത് 10 ലക്ഷം രൂപയാണ്. MVP മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരം 436.5 പോയിൻ്റാണ് അവനുണ്ടായിരുന്നത്. ആ പുരസ്കാരം അവൻ നേടുകയുണ്ടായി. അതിലൂടെ അവന് ലഭിച്ചതും ഈ 15 ലക്ഷം രൂപയാണ്. സോ ഓറഞ്ച് ക്യാപ്പിന് 10 ലക്ഷം, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരം 15 ലക്ഷം രൂപ അവൻ സ്വന്തമാക്കി. പിന്നെ അവൻ്റെ പൊളിച്ചെടുക്കൽ നമ്മൾ അവൻ്റെ സിക്സറുകളായിട്ടും ഫോറുകളായിട്ടും ഒക്കെ പിറക്കുന്നത് കൂടി നമ്മൾ കാണുകയുണ്ടായി. സോ 10 ലക്ഷം രൂപയാണ് 72 സിക്സറുകൾ അടിച്ച് സിക്സർ റെക്കോർഡ്, ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ്. ഒരു സീസണിൽ IPL ഏറ്റവും അധികം സിക്സർ അടിച്ച റെക്കോർഡ് ക്രിസ് ഗെയിലിൻ്റെ പേരിലായിരുന്നു. അത് തകർത്തെറിഞ്ഞു. അതുവഴി അവന് 10 ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി. എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം അവന് ലഭിച്ചു. അതിലൂടെ അവന് 10 ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും അവൻ ലക്ഷങ്ങളിങ്ങനെ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൂടാതെ ടാറ്റ സിയറ ലഭിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അക്കൗണ്ടിങ് എക്സസൈസ്. 55 ലക്ഷം രൂപ പ്ലസ് ടാറ്റ സിയറ എന്നൊക്കെ പറയാമെന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് അവനുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഏറെ വലുതാണ്. ഇനി ഒരു കാര്യം കൂടി, അവനെ ഓപ്ഷനിൽ അന്ന് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് 1.1 കോടിക്കാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി 10 ലക്ഷം രൂപക്കാണ് അന്ന് അവനെ സ്വന്തമാക്കിയിരുന്നത്. ആ താരമാണ് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യം കൂടി നോക്കണം. അവൻ അന്ന് കിട്ടിയതിൻ്റെ പകുതി അതായത് അവന് ഓപ്ഷനിലൂടെ അന്ന് ലഭിച്ചതിൻ്റെ പകുതി പോഡിയത്തിൽ കയറിയിട്ട് ഇന്നലെ അവൻ സ്വന്തമാക്കി എന്ന കാര്യം കൂടി നോക്കണം. ഏതായാലും വൈഭവിനെ തേടി ഒരുപാട് വലിയ നേട്ടങ്ങൾ ഇനിയും കാത്തിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. പയ്യന് ഇതേ പെർഫോമൻസ്, ഇതേ മെൻറ്റാലിറ്റിയോടെ പരിക്കൊന്നും പറ്റാതെ തുടരാൻ കഴിയട്ടെ. ഒരു ലോങ് കരിയറാണ് അവൻ്റെ മുന്നിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.